ഹായ് ഗൈസ്, വൺ പീസിന്റെ 1180 സ്പോയിലേഴ്സ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു കാര്യം ഉറപ്പായി, ഇനി അങ്ങോട്ട് ഫുൾ കോൺഫ്ലിക്റ്റുകളായിരിക്കും എന്നുള്ളത്. പിന്നെ എൽബാഫിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ചില്ലറ പുള്ളിക്കാരനൊന്നും അല്ല, ആ വേൾഡിന്റെ തന്നെ നിലവിലെ രാജാവാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും എൽബാഫിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. എനിവേ, ഇന്ന് 1180 മാങ്ക സ്പോയിലേഴ്സ് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സ് മറ്റൊരു വൺ പീസ് മാങ്ക സ്പോയിലേഴ്സിലേക്ക് സ്വാഗതം. ഒമൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. കവർ പേജിലായിട്ട് വെഗാപങ്ക് സിയൂസിനെ ചോപ്പറിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. മോഡിഫൈയിലൂടെ സിയൂസ് മഴയ്ക്ക് പകരമായി ധാരാളം മിഠായികൾ ചോപ്പറിന് വേണ്ടി പേയിക്കുന്നതായി കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, 1180 തുടക്കം തന്നെ ഇമുവിന്റെ ഹോൾ ഫിസിക്കൽ അപ്പിയറൻസും അറ്റ് ലാസ്റ്റ് റിവീൽ ആയിരിക്കുകയാണ്. ഇമുവിന്റെ പ്രസൻസിലൂടെ ഹോൾ എൽബാഫിന്റെ എൻവയോൺമെന്റിനും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നു. ഏകദേശം ഒരു ഹൊറർ മോഡൊക്കെയാണ് ഇപ്പോൾ എൽബാഫിന്റെ അന്തരീക്ഷം. ഒമൻ എന്ന ആ ഒരു പേരിലൂടെ ഇമുവിന്റെ വളരെ പവർഫുൾ ആയൊരു ശക്തിയാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒമൻ എന്നത് ഇമുവിന്റെ പവേഴ്സിൽ വെച്ച് വളരെ പവർഫുൾ ആയ ഒന്നാണെന്നും ഈ ഒരു ശക്തി തന്റെ അലൈ ആയിരിക്കുന്നവരെ ഇൻസ്റ്റന്റ്ലി ഹീല് ചെയ്യുന്നതാണെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സോമേഴ്സ്, കില്ലിംഗ്ഹാം, ഗുങ്കോ തുടങ്ങിയവരൊക്കെ വീണ്ടും ഹീലായി ഫൈറ്റിലേക്ക് റീഎൻട്രി ചെയ്യുമെന്ന് കരുതുന്നു. എനിവേ, സൊറോ ആണെങ്കിൽ റെങ്കോക്കു ഒനിഗിരി എന്ന ഒരു അറ്റാക്ക് ഇമുവിന് നേർക്ക് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുന്നില്ല. പകരം ഇമു തന്റെ ബ്ലാക്ക് ആരോ ഉപയോഗിച്ച് സൊറോയുടെ തലയ്ക്ക് ഒരു ആക്രമണം നടത്തുന്നു. സൊറോ ആണെങ്കിൽ അതേറ്റ് ബ്ലാക്ക് ഔട്ട് ആകുന്നുമുണ്ട്. സാഞ്ചിയും ഇതുപോലെ തന്നെ ഇമുവിന് നേർക്കൊരു ഹെവി അറ്റാക്ക് നടത്തുന്നുണ്ട്. എന്നാൽ അതും പ്രയോജനപ്പെടുന്നില്ല. പകരം ഇമു ഒരു വലിയ എക്സ്പ്ലോഷനിലൂടെ സാഞ്ചിയെ ആക്രമിക്കുന്നു. അതിലൂടെ സാഞ്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായെന്നും പറയപ്പെടുന്നില്ല. ഒരുപക്ഷെ ലോക്കി ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്ന് തന്നെ പറയാം. തന്റെ പിതാവിന്റെ കൊലപാതകയെ ഇപ്പോൾ നേരിൽ കണ്ടുകിട്ടിയിരിക്കുന്നു. ആ ഒരു ദേഷ്യത്തിൽ തന്റെ സർവ്വശക്തിയും എടുത്ത് ഇമുവിന് നേർക്ക് തന്റെ റാഗ്നർ വീശുന്നതിലൂടെയാണ് ചാപ്റ്റർ അവസാനിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എനിവേ, ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് സ്പോയിലേഴ്സിൽ പറയപ്പെടുന്നത്. എന്തായാലും ഒരുപക്ഷെ 1181 ഇമു വേഴ്സസ് ലോക്കി ആവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയെങ്കിൽ നീക്ക വേഴ്സസ് ഇമു കുറച്ച് ദിവസം വൈകിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും 1180 ശേഷം വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സിലെല്ലാം ഒരു വലിയ കോൺഫ്ലിക്റ്റ് തന്നെയാവും എൽബാഫിൽ നടക്കാൻ പോകുന്നതെന്ന് ഉറപ്പായി. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഇവരെ ആര് രക്ഷിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും 1180 ഇറങ്ങട്ടെ. ആ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.